നമസ്കാരം കൂട്ടുകാരെ, എസ്എഫിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട്. അപ്പം ഇന്ന് നമ്മളൊരു ഗെയിമിംഗ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് ഓഫ് ദ ടോംബ് റൈഡറാണ്. ടോംബ് റൈഡറിനെ ലാറ ക്രാഫ്റ്റിനെ അറിയാത്ത കൂട്ടുകാർ വളരെ കുറവായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അറിയാത്ത കൂട്ടുകാർക്കും അറിയാവുന്ന കൂട്ടുകാർക്കുമായിട്ടാണ് ഈ വീഡിയോ. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. റൈസ് ഓഫ് ദ ടോംബ് റൈഡർ 2015 റിലീസ് ചെയ്യുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്നത് ക്രിസ്റ്റൽ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു ഗെയിം ഡെവലപ്പേഴ്സാണ്. സ്ക്വയർ എനിക്സ് എന്ന് പറഞ്ഞ പബ്ലിഷേഴ്സാണ് ഈ ഗെയിം പബ്ലിഷ് ചെയ്തത്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൈസ് ഓഫ് ദി ടോംബ് റൈഡർ 2013 ഇറങ്ങിയ ടോംബ് റൈഡർ എന്നുള്ള ഒരു ഗെയിമിന്റെ തുടർച്ചയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2013 ടോംബ് റൈഡർ നമ്മൾ മറ്റൊരു ദിവസം നമ്മുടെ ഗെയിം അനലൈസിസിലൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ റൈസ് ഓഫ് ദി ടോംബ് റൈഡർ ആണ് എടുത്തിരിക്കുന്നത്. റൈസ് ഓഫ് ദി ടോംബ് റൈഡറിനെ കുറിച്ച് ചുരുക്കി പറയാം, ഒരു പ്ലോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റൈസ് ഓഫ് ദി ടോംബ് റൈഡർ ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഒരു ത്രില്ലർ സ്വഭാവമുള്ള ഒരു ഗെയിമാണ്. ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ഗെയിം ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇതിന്റെ ഒരു സ്റ്റോറി ലൈൻ ഒന്ന് പറഞ്ഞു പോവാം. ഇതിനകത്ത് നമ്മുടെ നായിക എന്ന് പറയുന്നത് ലാറ ക്രാഫ്റ്റ് ആണ്. ലാറ ക്രാഫ്റ്റ് ഒരു ആർക്കിയോളജിസ്റ്റ് ആണ് കേട്ടോ. അപ്പം ആർക്കിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, പഴയ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുക, പഴയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്കവേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് അവരുടെ ഒരു ജോലി. അങ്ങനെയാണ് ലാറ ക്രാഫ്റ്റിന്റെ പരിപാടി. അപ്പൊ ലാറ ക്രാഫ്റ്റ് ഈ ഒരു കഥയിൽ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിറ്റേഷൻ എന്ന് പറയുന്ന സെർബിയയിലുള്ള ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും കണ്ടുപിടിച്ചിട്ടില്ല, അതിങ്ങനെ ഹിഡൻ ആയിട്ട് കിടക്കുകയാണ്. ആ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലം ഒരു പ്രോമിസ് വരുന്നുണ്ട്. അതായത് ആ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇമ്മോർട്ടാലിറ്റി കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഇമ്മോർട്ടാലിറ്റി തേടി ഒരുപാട് പേര് പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഈ ലാറ ക്രാഫ്റ്റിൻ്റെ അപ്പം തന്നെ ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതിനകത്ത് വേറൊരു ക്യാരക്ടർ പറയുന്നത് ഈ ലാറ ക്രാഫ്റ്റിൻ്റെ അപ്പൻ്റെ ഒരു കൊളീഗുണ്ട്. അവരുടെ പേര് ആന എന്നാണ്. ആനയുടെ അപ്പനും ഇതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തി ഒബ്സസ്ഡായിട്ട് പുള്ളിയാണെന്നുണ്ടെങ്കിൽ അവസാനം സൂസൈഡ് ചെയ്യാൻ ഉണ്ടായത്. ലാറ ക്രാഫ്റ്റ് ഇതിനെക്കുറിച്ച് അറിയുന്നു. ലാറ ക്രാഫ്റ്റ് ഇതിനെക്കുറിച്ച് അറിയുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ടോംബ് റൈഡർ സീരീസിൽ ഉണ്ടായ കുറേ അനുഭവങ്ങൾ കാരണം ലാറ ക്രാഫ്റ്റ് മൊത്തത്തിൽ മാനസികമായിട്ട് തളർന്നിരിക്കുന്ന സമയത്താണ് തൻ്റെ അപ്പൻ്റെ കയ്യിലുള്ള ഈ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം റിസർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ലാറ ക്രാഫ്റ്റിന് ഇതിനൊരു താല്പര്യം തോന്നി. അങ്ങനെ ആനയോട് പറഞ്ഞു. ആന പറഞ്ഞു ഒരിക്കലും പോരുത്, കാര്യം ആനയുടെ അപ്പൻ ഇതിൻ്റെ ഒരു കാര്യമായിട്ട് ഒബ്സസ്ഡ് ആയിട്ടാണ് അവസാനം സൂസൈഡ് ചെയ്തത്. അതുകൊണ്ട് ഇതിൻ്റെ പുറകെ ഒന്ന് ലാറ പോകരുതെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും കേൾക്കാൻ ലാറ സമ്മതിക്കത്തില്ല. കാര്യം ലാറ ഒന്നാമത് ഒരു ആർക്കിയോളജിസ്റ്റ് ആണ്, അഡ്വഞ്ചർ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടെ. ലാറയ്ക്ക് ഒരു കൂട്ടുകാരനുണ്ട്, ജോണ എന്നാണ് പേര്. അപ്പോൾ ജോണയും ലാറയും കൂടെയാണ് ഈ ഒരു അഡ്വഞ്ചറിന് പോകുന്നത്. തുടക്കം കൂടെ ആനയുണ്ട്. അവരങ്ങനെ നേരെ സെർബിയയ്ക്ക് വിടുക. സെർബിയ ചെന്ന് കഴിഞ്ഞ് അവർ ഈ പറയുന്ന ഒരു രഹസ്യമായിട്ടുള്ള സ്ഥലങ്ങളിലേക്കുള്ള ഓരോ ടോം മീൻസ് ഓരോ ശവക്കലറുകൾ തുറന്ന് എക്സ്കവേറ്റ് ചെയ്ത് നടക്കുകയാണ് പരിപാടി. അങ്ങനെ തടഞ്ഞ് പോകുന്ന വഴിക്ക് അവർ ഒരു ഗ്രൂപ്പ്, ഒരു ഏജൻസി അല്ലെ ഒരു ടീമിനെ എന്ന് വേണം പറയാം. അവർ പണ്ട് മുതൽക്കേ ഉള്ള ഒരു ടീമാണ്. അവർ ഈ തരത്തിലുള്ള ഹിഡൻ സീക്രട്ടൊക്കെ കണ്ടുപിടിച്ച്, അവരുടെ പേര് ട്രിനിറ്റി എന്നാണ് കേട്ടോ, ഞാൻ പേര് പറഞ്ഞില്ല. ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, ഒരു ഓർഗനൈസേഷനുണ്ട്. ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഹിഡൻ സീക്രട്ടൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ ഒരു പവറൊക്കെ യൂസ് ചെയ്ത് മനുഷ്യനെതിരായിട്ടല്ല ലോകത്തിനെതിരായിട്ട് അവർ പവർ കൺസ്യൂം ചെയ്യുന്ന രീതിയിലോട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അതിൻ്റെ ലീഡറായിട്ടുള്ള നമ്മുടെ മെയിൻ വില്ലനായിട്ട് പറയുന്ന പുള്ളിയുടെ പേര് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റൈൻ എന്നാണ്. ആളെ ഒരു മിലിറ്ററി ലീഡറാണ്, ഇവരുടെ ഒരു പാരാഫോഴ്സിൻ്റെ ലീഡർ കൂടാണ്. അപ്പോൾ അവൻ പുള്ളിയായിട്ട് കണ്ടുമുട്ടുന്നു. പുള്ളി വന്നിട്ട് ഇവരെ ആക്രമിക്കാനായിട്ടൊക്കെ വരും. പുള്ളിക്കും ഇതേ സാധനം കണ്ടുപിടിക്കണം, ആ ഇമ്മോർട്ടാലിറ്റിയിലേക്ക് പുള്ളിക്കും പോകണം, ഈ ട്രിനിറ്റിയെ കൊണ്ടുപോകണം. ഇതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ലാറ ഇവരായിട്ട് കൺഫ്രണ്ട് ചെയ്യുന്നു. അങ്ങനെ ലാറയ്ക്ക് ഒരു ലക്ഷ്യം ഉണ്ടാകുന്നു. അതായത് ആദ്യമായിട്ട് ഈ ഇമ്മോർട്ടാലിറ്റിയുടെ ഈ രഹസ്യം കണ്ടുപിടിക്കുക. അത് പല ടൂമ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്. അങ്ങനെ അത് രഹസ്യം കണ്ടുപിടിച്ചതിന് ശേഷം ഈ ട്രിനിറ്റിയുടെ കയ്യിൽ അത് പെടാതിരിക്കാനായിട്ട് ലാറ ശ്രമിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കഥ അല്ലെ ഒരു പ്ലോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം നമുക്കിനി റൈസ് ഓഫ് ദി ടോംബ് റൈഡറിൻ്റെ ഒരു ഗെയിം പ്ലേയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു തേർഡ് പേഴ്സൺ ഒരു പെർസ്പെക്റ്റീവ് എന്നാണ് ഈ ഗെയിം നമ്മൾ കളിക്കുന്നത്. നമുക്ക് ലാറയെ ഒരു തേർഡ് പേഴ്സണായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ടാണ് നമ്മൾ ഈ കളിക്കുന്നതും ആ അഡ്വഞ്ചറൊക്കെ ഫീൽ ചെയ്യുന്നതൊക്കെ. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞാൽ ലാറയുടെ എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതുകൊണ്ട്, പിന്നെ ഈ ഗെയിം എങ്ങനെയാണ് നമ്മൾ കളിക്കുന്ന രീതികൾ എങ്ങനെയൊക്കെയുണ്ടെന്നുള്ളതുകൊണ്ട്,
പിന്നെ ഇതിനകത്ത് ബാക്കിയുള്ള പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളത് വേണം പറയാം. അപ്പം ഇതിലെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറയ്ക്ക് ഒരുപാട് വെപ്പൺസ് ഉണ്ട്, അതുപോലെ തന്നെ ഗിയേഴ്സും കാര്യങ്ങളുണ്ട്. ഗിയേഴ്സ് മീൻസ് എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങൾ, അതായത് ലാറ എന്ന് പറഞ്ഞൊരു അഡ്വഞ്ചർ പേഴ്സണാണ്. ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പോകുമ്പോഴത്തേനും മലയും അതും ഇത് കയറേണ്ടതുകൊണ്ട് ക്ലൈമ്പിംഗ് ഗിയേഴ്സൊക്കെ ലാറയ്ക്കുണ്ട്. അതുകൂടാതെ ഷോക്കുകളുണ്ട്. പിന്നെ മെയിനായിട്ട് ലാറ ക്രാഫ്റ്റ് എന്ന് പറയുമ്പോഴേ ലാറ ക്രാഫ്റ്റിൻ്റെ ഒരു ആയുധം അല്ലെങ്കിൽ ഒരു വെപ്പൺ എന്ന് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ബോ ആൻഡ് ആരോ ആണ്. അപ്പം അങ്ങനെയാണ് ഈ ലാറ ക്രാഫ്റ്റിൻ്റെ ഒരു വെപ്പണറി അല്ലെങ്കിൽ ഒരു ഗിയേഴ്സിനെ കുറിച്ച് പറയാം. പിന്നെ ഡിഫറെൻറ്റ് കോസ്റ്റ്യൂംസ് ഒക്കെ നമുക്ക് ഈ ഗെയിമിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഓരോ മിഷൻസും സൈഡ് മിഷൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അതെ നമുക്ക് മെയിൻ മിഷനും ഉണ്ട്, സൈഡ് മിഷനും ഉണ്ട്. അപ്പോൾ ഈ മിഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഈ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഈ ഗെയിം കളിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിമിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യനുണ്ട്. ക്വസ്റ്റ്യൻ മീൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്കുകൾ. അപ്പോൾ അതെല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കര ത്രില്ലടിക്കും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഗെയിമിൻ്റെ. അപ്പോൾ അങ്ങനെ ത്രില്ലടിപ്പിച്ച് നമ്മളെ കൊണ്ടുവന്നൊരു ഗെയിം കൂടിയാണിത്. പിന്നീടുള്ളത് മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത അല്ലെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിം കളിക്കുമ്പോഴത്തേന് മെയിനായിട്ടുള്ള ഒരു അഡ്വഞ്ചർ തീമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫൈറ്റിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ഓരോ മലകൾ ചാടിപ്പിടിച്ച് കയറി പോവുക, അതിനെ കെട്ടിടങ്ങളിലൂടെ വലിഞ്ഞു കയറുക, കണ്ടുപിടിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ഓടി രക്ഷപ്പെടുക, അതുപോലെ തന്നെ മൊത്തം പിടിച്ച് കയറുക, ചാടുക, മറിയുക, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു പോക്കും വരവൊക്കെയാണ്. അതുകൊണ്ട് രസമാണ്, നമ്മൾ കളിച്ചിരിക്കാനായിട്ട് വളരെ രസകരമായിട്ടുള്ള ഒരു ഗെയിം കൂടിയാണ് റൈസ് ഓഫ് ദി ടോംബ് റൈഡർ. നമ്മൾ ഈ ഗെയിമിൽ പിന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മൾ ഈ ഒളിച്ചും പാത്തുകൊണ്ട് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബുഷസ് ഒക്കെ ഉണ്ട്, ചെറിയ ഈ പുല്ലുകളെ മരങ്ങളെ ഇതിൻ്റെയൊക്കെ ഇടയിൽ പാത്ത് നിന്നിട്ടൊക്കെ നമുക്ക് ആക്രമിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ടോംബ് റൈഡറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഓപ്പൺ വേൾഡ് ഗെയിമുകളെ അപേക്ഷിച്ച് ഇതിനെ വേണമെങ്കിൽ ഒരു സെമി ഓപ്പൺ വേൾഡ് എന്ന് പറയാം. കാര്യം നമുക്ക് അങ്ങനെ ഫുള്ളൊരു ഫ്രീഡം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നില്ല. ചില ഏരിയസിലൊക്കെ നമുക്ക് ഫുൾ ഫ്രീഡം കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ആ ഒരു ക്വസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മിഷൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിലോട്ട് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത് മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് പല രീതിയിൽ നമുക്ക് കയറിപ്പോകാനായിട്ടോ യാത്ര ചെയ്യാനായിട്ടോ ഒന്നും സാധിക്കുന്നൊന്നുമില്ല. അപ്പോൾ അവരുടെ ഒരു പ്ലാനിങ്ങിൽ കൂടെ തന്നെ നമ്മൾ പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഫുള്ളി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പൺ വേൾഡ് ഗെയിം എന്ന് പറയാൻ പറ്റത്തില്ല. ഇനിയും ഒട്ടും ഈ ഗെയിമിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രാഫിക്സ് തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത ഗ്രാഫിക്സാണ്. ഓരോരോ ടെറൈനുകൾ കാണിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വളരെയധികം ആകർഷിക്കുന്ന രീതിയിലാണ് ഇതെല്ലാം അവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ കൂടുതലായിട്ടും ആർട്ടിക് റീജിയനിലോട്ടൊക്കെ നമ്മൾ പോകുന്നുണ്ട് ഈ ഹിഡൻ സിറ്റിയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പം മഞ്ഞിനകത്തൂടെയൊക്കെ പോകുന്നത് ഓരോ മലകളൊക്കെ ക്ലൈംബ് ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ നമ്മൾ ഡെസേർട്ട് ഏരിയയിൽ കൂടെ പോകുന്നുണ്ട്. അപ്പം ഈ സിറിയയുടെ ഏരിയയിലൊക്കെ പോകുമ്പോഴത്തേന് ഡെസേർട്ട് ഏരിയ ആണ്. അപ്പം അവിടെയൊക്കെ പോയിട്ട് നമ്മൾ അഡ്വഞ്ചറസ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് അത്രയും ഒരു എൻഗേജിങ് ആയിട്ട് ഇതിനകത്ത് കളിക്കാനായിട്ട് സാധിക്കും. അത്ര നല്ലൊരു വിഷ്വൽ ബ്യൂട്ടിയാണ് ഇതിനകത്ത്. പിന്നെ കുറച്ച് അത്യാവശ്യം വയലൻ്റ് ആയിട്ടുള്ള കില്ലിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. അത് പക്ഷേ ആ ഒരു ഗെയിമിൻ്റെ സെൻസിൽ എടുത്തു കഴിഞ്ഞാൽ, ആ ഒരു സീരിയസ്നെസ്സിൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതപേക്ഷിച്ച് നിർത്തിക്കഴിഞ്ഞാൽ എല്ലാ തരത്തിലും ഒരു സെമി ഓപ്പൺ വേൾഡ് എന്നുള്ളൊരു കാര്യം കൂടെ എനിക്ക് ചെറുതായിട്ടൊരു ഇത് തോന്നിയെങ്കിലും ആ ഒരു കഥയ്ക്ക് അനുയോജ്യമായിട്ട് അങ്ങനെ നമുക്ക് പോകാൻ പറ്റില്ല. തോന്നിയ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മിഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേന് ഏത് രീതിയിൽ നോക്കിയാലും അതിമനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മളെ എൻഗേജിങ് ആക്കുന്ന ഒരു അഡ്വഞ്ചർ ആക്ഷൻ ഗെയിം തന്നെയാണ് റൈസ് ഓഫ് ദി ടോംബ് റൈഡർ. അപ്പം റൈസ് ഓഫ് ദി ടോംബ് റൈഡറിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കൂട്ടുകാർക്കെല്ലാം തരാൻ സാധിച്ചു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഫെസ്റ്റിൻ്റെ വീഡിയോകളും അതുപോലെ ഇതുപോലത്തെ ഗെയിം ഇൻട്രൊഡക്ഷൻ വീഡിയോകളുമായിട്ട് ഇനി കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.